ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ചൈന ടൗണിലേക്കാണ്. ചൈന ടൗണിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിന്ന് കാണാം. ഇവിടെ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ചൈനീസ് ഫുഡ് നമ്മൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. പലതരത്തിലുള്ള ചൈനീസ് ബുഫേസ്, ചൈനീസ് സ്നാക്സ്, ഐസ്ക്രീംസ്, കോൺ ഡോഗ്, ബേക്കറി ഐറ്റംസ്, കേക്ക്സ് എന്ന് വേണ്ട ചൈനീസ് സാധനങ്ങൾ മൊത്തം. ചൈനീസ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പാരഡൈസ് തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇറ്റാലിയൻ ബിയർ കഫേയിലേക്കാണ്. അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് വിത്ത് ഡിഫറെൻറ്റ് ചോക്ലേറ്റ് സോസസ് നമ്മൾ ട്രൈ ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. അതായത് ഒരു ചെറിയ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു കപ്പ്. ഈ കപ്പ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചോക്ലേറ്റ്. ആക്ച്വലി വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ കപ്പ്, അതിൻ്റെ ഉള്ളിൽ ഹോട്ട് ചോക്ലേറ്റ് സെർവ് ചെയ്യും. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ്സ് എ റിയലി എ chocolate bomb. മെർക്കാറ്റോ മേഫെയർ ഇത് ആക്ച്വലി ഒരു ചർച്ചായിരുന്നു. സെയിൻറ്റ് മാർക്സ് ചർച്ച് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. 2019 ശേഷം ഇവിടെ റിലീജിയസ് ആയിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ മാസോ അങ്ങനെ ഒന്നുമില്ല. പകരം ഇതൊരു ഫുഡ് ആൻഡ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു 3 സ്റ്റോർ ബിൽഡിംഗ് ആണ്. അതിൽ 3 ഫ്ലോറിലും അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ ക്യൂസീൻസ് ആണ് സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കുറേ ബർഗേഴ്സ്, പിന്നെ സ്ട്രോബെറി, ചോക്ലേറ്റ്, പിന്നെ ഇറ്റാലിയൻ ക്യൂസീൻ, പിന്നെ അൾത്താര ഭാഗത്ത് അവർ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ ഇന്നുവരെ എവിടെയും കണ്ടിട്ടില്ല. അവിടെ ബിയറാണ് അവർ സെർവ് ചെയ്യുന്നത്. അവിടെ റിലീജിയസ് ആയിട്ടൊന്നും നടക്കുന്നില്ല, എന്നിരുന്നാൽ പോലും ആ പള്ളി അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അൾത്താരയുടെ അവിടെ അവർ ബിയർ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ നാട്ടിലോ വേറെ എവിടെയോ നമ്മൾ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മിനി ഇന്ത്യ എന്ന് തന്നെ പറയാം. ഇതാണ് ഈസ്റ്റ് ഹാം.